പ്രിയ സ്നേഹിതരെ, കുരിശുവേദനയുടെ നിസ്സഹായതയിൽ ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ട ആദ്യത്തെ വചനം ക്ഷമയെക്കുറിച്ച്. പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഫാദർ, forgive them, for they do not know what they are doing. അവരോട് ദൈവം ക്ഷമിക്കുവാൻ വേണ്ടി ക്രിസ്തു കണ്ടെത്തിയ ന്യായീകരണം അവർക്കൊന്നും അറിഞ്ഞുകൂടെ എന്ന. അപ്പോൾ അജ്ഞത ഒരു കുറവല്ല, ഒരു ഭാഗ്യമാണ്. ഈ സൗഭാഗ്യമാണ് ആദ്യ മാതാപിതാക്കൾ ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് നഷ്ടപ്പെടുത്തിയത്. ഫലം ഭക്ഷിച്ച് അറിവിൻ്റെ വെട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വയം നഗ്നരാണെന്ന് അറിയുക മാത്രമല്ല, ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ ബലമില്ലാതെ അക്തിവൃക്ഷത്തിന് മറി ഒളിക്കുക കൂടി ചെയ്യുകയാണ്. ദൈവത്തിൽ നിന്ന് അകലുവാൻ കാരണമാകുന്നതാണ് അറിവെങ്കിൽ അതിലും നല്ലത് അറിവില്ലായ്മയല്ലേ. ഈ അറിവില്ലായ്മ കൊണ്ട് രക്ഷപ്പെട്ട മനുഷ്യരാണ് ഏറെ പേരും. ഒന്ന് ഓർത്തു നോക്കൂ, അന്ന് ക്രിസ്തുവിനെതിരെ തിരിഞ്ഞ മനുഷ്യർക്കൊക്കെ അവനെ പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. അവൻ അതിക്രൂരമായി പീഡിപ്പിച്ച റോമൻ പടയാളികൾക്ക് ക്രിസ്തു ഒരു കുറ്റവാളി മാത്രമായിരുന്നു. അധികാര കൽപ്പന അനുസരിക്കുക മാത്രമാണ് അവ ചെയ്തത്. പീലാത്തോസിന് അവൻ്റെ യഹൂദ രാജാവാണെന്ന കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഗവർണർ എന്ന നിലയിൽ ജനങ്ങളുടെ ആഗ്രഹം നിവൃത്തീകരിച്ചു കൊടുക്കുക മാത്രമാണ് അവനും ചെയ്തത്. അവനെ ക്രൂശിക്കുന്നെന്ന് പറഞ്ഞ ജനവും അവനാണ് രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞില്ല. ഒറ്റക്കൊടുത്ത യൂദാസ് 3 വർഷം കൂടി ജീവിച്ചിട്ടും പൂർണ്ണമായി ക്രിസ്തുവിനെ മനസ്സിലാക്കിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം യേശു റോമക്കാർ അധീനതയിൽ നിന്നും മിസ്രജനത്തെ മോചിപ്പിക്കുന്ന വിമോചകനായിരുന്നു. കയഫാസിന് ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് സ്വയം പ്രഖ്യാപിച്ച കപട മിശിഹായായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നാസും കയഫാസും അവനെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത് കുരിശുമരണത്തിലൂടെ. അറിഞ്ഞില്ലെന്നതുകൊണ്ട് അവർ കുറ്റക്കാരല്ല എന്നല്ല അർത്ഥം. പീലാത്തോസും യൂദാസും കുറ്റക്കാരാ, അന്നാസും കയഫാസും കുറ്റക്കാരാ, ഫരിസേയരും യഹൂദ പ്രമാണികളും കുറ്റക്കാരാ, ഇസ്രായേൽ ജനവും കുരിശിന് കീഴിൽ പരിഹസിച്ച് നിന്ന കാഴ്ചക്കാരൻ കുറ്റക്കാരാ. എങ്കിലും അവരോട് ക്ഷമിക്കുവാൻ ക്രിസ്തു തന്നെ ഒരു കാരണം കണ്ടെത്തുന്നു: അവരുടെ അജ്ഞത. അന്നവൻ പ്രാർത്ഥിച്ചത് അവനെ വേദനിപ്പിച്ചുകൊണ്ട് ചുറ്റുമുണ്ടായിരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയാണ്. അറിഞ്ഞോ അറിയാതെ നമ്മളും ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ. നമ്മൾ സ്വയം ആശ്വസിക്കുന്നത് പോലെ അത്ര നല്ല മനുഷ്യരൊന്നുമല്ല. അവരെപ്പോലെ നമ്മളും അന്യർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അയൽവാസികളെ അന്യായമായി കുറ്റം വിധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആത്മസുഹൃത്തിനെ ഉപദ്രവിക്കുന്നുണ്ട്. കുഞ്ഞിനെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നുണ്ട്. ബന്ധുവിൻ്റെ വാഗ്ദാനങ്ങൾ അവഗണിക്കുന്നുണ്ട്. ഉറ്റ സുഹൃത്തിനെ വഞ്ചിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പല വിധത്തെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ന് അവരായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അത്രമാത്രം. വി ഓൾ ഫെയിൽ ഇൻ മെനി വേയ്സ്. ദേ ഫെയിൽ ഇൻ വൺ വേ ആൻഡ് വി ഫെയിൽ ഇൻ അനദർ. ക്രിസ്തു അന്ന് അവരോട് ക്ഷമിച്ചതുപോലെ നമ്മളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്കാവൂ. ആമേൻ.